നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധകാഹള മുഴക്കങ്ങൾ വെറുമൊരു യാദൃശികതയല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അതോടൊപ്പം തന്നെ സൈനിക തന്ത്രങ്ങളും കൂടിച്ചേർന്ന ഒരു വലിയ പരീക്ഷണശാലയാണ്. ഒരു മഹാമാരി അപ്രതീക്ഷിതമായിട്ട് പടർന്നു പിടിക്കുന്നത് പോലെയല്ല ഇപ്പോൾ ആധുനിക യുദ്ധങ്ങളൊക്കെ തന്നെ രൂപപ്പെടുന്നത്. മറിച്ച് ശത്രുവിൻ്റെ ശക്തിയും അവരുടെ പരിമിതികളുമൊക്കെ തന്നെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തി മാസങ്ങൾ നീണ്ട ആലോചനകൾക്കൊടുവിലാണ് ഓരോ മിസൈലുകളും തൊടുക്കപ്പെടുന്നത്. ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോരാട്ടം അത് കേവലം ആയുധങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിനായിട്ടുള്ള ഒരു പോരാട്ടമാണ്. അമേരിക്കയുടെ പക്കലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയേക്കാൾ തങ്ങളുടെ ജനതയുടെ മാനസികമായിട്ടുള്ള കരുത്തിലും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മുൻതൂക്കത്തിലുമാണ് ടെഹ്റാൻ വിശ്വസിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് വിഭാവനം ചെയ്തതിനേക്കാൾ എത്രയോ മടങ്ങ് ആഴത്തിൽ വേരോട്ടമുള്ള പ്രതിരോധ സജ്ജീകരണങ്ങളാണ് ഇറാൻ തങ്ങളുടെ മണ്ണിൽ ഒരുക്കിയിരിക്കുന്നത് എന്നത് വൈറ്റ് ഹൗസിനെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ യുദ്ധം അവസാനിച്ചതായിട്ടും തങ്ങൾ ലക്ഷ്യങ്ങൾ നേടിയതായിട്ടും അവകാശവാദങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചെങ്കിലും അതെല്ലാം കേവലം രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇറാനെ അപ്രതീക്ഷിതമായിട്ട് ആക്രമിക്കാനുള്ള ഒരു മറയായിട്ടാണ് ഈ സമാധാനവാദത്തെ ലോകം കാണുന്നത്. എന്നാൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് കീഴടങ്ങലിൻ്റെയോ പിൻവാങ്ങലിൻ്റെയോ ഒരു സൂചന പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏകദേശം ഒരു മാസമായി തുടരുന്ന തീവ്രമായിട്ടുള്ള പോരാട്ടത്തിൽ ഭൗതികമായി ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നേരിട്ടത് ഇറാനാണ് എന്നത് വസ്തുതയാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടും ഓരോ മരണവും ഇറാൻ്റെ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ശത്രുവിൻ്റെ ഓരോ നീക്കവും മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ വരാനിരിക്കുന്നതിനെ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് എന്ന കർക്കശമായിട്ടുള്ള നിലപാടിലാണ് ഇപ്പോൾ ടെഹ്റാൻ. തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ള ഹോർമുസ് കടലിടുക്കിന് മേലുള്ള നിയന്ത്രണം ഇറാൻ്റെ ഏറ്റവും വലിയ ഒരു ആയുധമാണ്. 48 മണിക്കൂറിനുള്ളിൽ ഈ ജലപാത തുറന്നില്ലെങ്കിൽ ഇറാൻ്റെ വൈദ്യുതി നിലയങ്ങളൊക്കെ തന്നെ തകർക്കുമെന്ന അമേരിക്കയുടെ ആദ്യ ഭീഷണിയിൽ നിന്ന് ട്രംപിന് പിന്തിരിയേണ്ടി വന്നത് അത് ഇറാൻ്റെ നയതന്ത്ര വിജയമായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച കർശനമായിട്ടുള്ള വ്യവസ്ഥകളെയും അതോടൊപ്പം തന്നെ ഭീഷണികളെയും ഇറാൻ പൂർണ്ണമായിട്ടും അവഗണിച്ചു. ഇരുപക്ഷവും തമ്മിൽ രഹസ്യമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന വാഷിങ്ടണിൻ്റെ അവകാശവാദങ്ങളെ ഇറാൻ ഭരണകൂടം പരസ്യമായി നിഷേധിക്കുകയുണ്ടായി. സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകൾക്ക് ഇപ്പോഴും വഴി തുറന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. യുദ്ധക്കളത്തിലെ തിരിച്ചടികൾക്ക് പുറമേ സ്വന്തം നാട്ടിലും രാഷ്ട്രീയമായിട്ടുള്ള വെല്ലുവിളികൾ ഡൊണാൾഡ് ട്രംപ് നേരിടുന്നുണ്ട്. 2ാം തവണ പ്രസിഡന്റായിട്ട് അധികാരമേറ്റ ശേഷം അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇപ്പോൾ കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ തെളിവെന്നോണം ട്രംപിൻ്റെ വിശ്വസ്ത കേന്ദ്രമായിട്ടുള്ള ഫ്ലോറിഡയിലെ ഫാം ബീച്ച് കൗണ്ടിയിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റുകൾ അട്ടിമറി വിജയം നേടുകയുണ്ടായി. മാരാലാഗോ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയിലെ തോൽവി അത് ട്രംപിൻ്റെ യുദ്ധനയങ്ങളോടുള്ള ജനങ്ങളുടെ വിയോജിപ്പാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ആഭ്യന്തരമായിട്ട് പ്രതിരോധത്തിലായിട്ടുള്ള ട്രംപ് ഈ പ്രതിസന്ധികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള നീക്കങ്ങൾക്ക് മുതിരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ കരുതുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം 2ാം മാസത്തിലേക്ക് കടക്കുമ്പോഴും ഇസ്രയേലിനും അമേരിക്കയ്ക്കും അനുകൂലമായി തയ്യാറാക്കിയ 15 പോയിന്റ് സമാധാന പദ്ധതി ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പകരം സ്വന്തമായ ഒരു ബദൽ പദ്ധതി അവർ മുന്നോട്ട് വെച്ചു. എന്നാൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് സമാധാന ശ്രമങ്ങളെ തന്നെ അപ്രസക്തമാക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 2 തവണ ഇറാനെതിരെ ആക്രമണം നടത്തിയ ട്രംപ് ഭരണകൂടത്തെ വിശ്വാസത്തിലെടുക്കാനായിട്ട് ടെഹ്റാൻ തയ്യാറായില്ല. താൻ ഉദ്ദേശിച്ച വേഗതയിൽ യുദ്ധം മുന്നോട്ട് പോകാത്തതിൽ ട്രംപ് അസ്വസ്ഥനാണ്. ഒരു കരാറിനായിട്ട് ഇറാൻ യാചിക്കുകയാണെന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ കരയുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ സമയം കണ്ടെത്താനാണ് ഇവിടെ അമേരിക്ക ചർച്ചകളെ ഒരു മറയായിട്ട് ഉപയോഗിക്കുന്നതെന്നും ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാദ് മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ സഹായത്തോടെ ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു തന്ത്രപ്രധാന ദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതായിട്ട് ഇറാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗവും കരുതുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ചർച്ചകളേക്കാൾ ഉപരിയായിട്ട് സ്വന്തം മണ്ണ് സംരക്ഷിക്കാനുള്ള തീവ്രമായിട്ടുള്ള സൈനിക വിന്യാസമാണ് ഇറാൻ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളുടെ നിലപാടുകളും ഈ യുദ്ധത്തിൽ ഏറെ നിർണായകമാണ്. കാരണം മുൻപ് അമേരിക്കയുടെ സമാധാന നീക്കങ്ങളെ പിന്തുണച്ചിരുന്ന പല അറബ് രാജ്യങ്ങളും ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. ഇറാൻ്റെ പ്രത്യാക്രമണങ്ങളിൽ വലിയ സാമ്പത്തിക നഷ്ടം നേരിട്ട ഗൾഫ് രാഷ്ട്രങ്ങൾ അമേരിക്കൻ പദ്ധതികളിൽ താൽപ്പര്യം കാണിക്കുന്നില്ല എന്നത് തീർച്ചയായിട്ടും ഏറെ ശ്രദ്ധേയമാണ്. ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ മുൻകാലങ്ങളിൽ മികച്ച മധ്യസ്ഥരായിട്ട് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒമാൻ ആകട്ടെ പൂർണ്ണ നിശബ്ദതയിലാണ്. തങ്ങൾ യാതൊരുവിധ മധ്യസ്ഥ ശ്രമങ്ങളിലും പങ്കാളികളല്ലെന്ന് ഖത്തർ സർക്കാർ വക്താവ് മജീദ് അൽ അൻസാരി വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം സൗദി അറേബ്യയുടെ നിലപാട് യുദ്ധത്തിന് അനുകൂലമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ
തങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന ട്രംപിൻ്റെ അവകാശവാദം പൂർണ്ണമായും ശരിയാകാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ്റെ നിലവിലെ ഭരണകൂടം തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് കരുതുന്ന സൗദി അറേബ്യ, UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ഒരു അധികാരമാറ്റം ആഗ്രഹിക്കുന്നു എന്നതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. കരയുദ്ധത്തിനുള്ള വ്യക്തമായിട്ടുള്ള സൂചനകൾ നൽകിക്കൊണ്ട് അമേരിക്കൻ സൈന്യത്തിൻ്റെ വൻ വിന്യാസം ഇപ്പോൾ ഗൾഫിൽ നടക്കുകയാണ്. 82ാം എയർബോൺ ഡിവിഷനിൽ നിന്നുള്ള ഏകദേശം 2000 സൈനികരെ ഇതിനകം തന്നെ മേഖലയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും പാരച്യൂട്ട് ആക്രമണങ്ങൾ നടത്താൻ കെൽപ്പുള്ള ഈ സൈനികർ 2ാം ലോക മഹായുദ്ധം മുതലുള്ള എല്ലാ പ്രധാന US സൈനിക നീക്കങ്ങളിലും പങ്കാളികളായവരാണ്. കൂടാതെ USS ട്രിപ്പോളി, USS ന്യൂ ഓർലിയാൻസ് തുടങ്ങിയ യുദ്ധക്കപ്പലുകളുമൊക്കെ തന്നെ സൈനികരോടൊപ്പം ചേരുന്നതാണ്. ഇതോടെ ഗൾഫിലെ മൊത്തം US സൈനികരുടെ എണ്ണം 7000 കവിയും. ഇത് ഒരു വലിയ ആക്രമണത്തിനുള്ള മുന്നൊരുക്കമാണെന്ന് വ്യക്തമാണ്. ഇറാൻ്റെ സാമ്പത്തിക നട്ടാലായിട്ടുള്ള ഖാർഗ് ദ്വീപിനെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അമേരിക്ക പ്രധാനമായിട്ടും ആസൂത്രണം ചെയ്യുന്നത്. എണ്ണ കയറ്റുമതിയുടെ കേന്ദ്രമായിട്ടുള്ള ഇവിടം ഉപരോധിക്കുകയോ ആക്രമിക്കുകയോ ചെയ്താൽ ഇറാനെ വരുതിയിലാക്കാം എന്ന് ട്രംപ് കരുതുന്നു. ഭൂഗർഭ മിസൈൽ ശേഖരമുണ്ടെന്ന് കരുതപ്പെടുന്ന ക്വാഷ് ദ്വീപ്, അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം എളുപ്പമാക്കുന്ന ലാറക് ദ്വീപ് എന്നിവയും അമേരിക്കയുടെ ലക്ഷ്യങ്ങളാണ്. ഇറാൻ്റെ റഡാർ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ബങ്കറുകളും തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങളുമായിട്ടാണ് അമേരിക്കൻ കപ്പലുകളൊക്കെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു നീക്കം അത് ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയുള്ളതായിരിക്കും. ഏകദേശം 454 കിലോഗ്രാം ഭാരമുള്ള യുറേനിയം പിടിച്ചെടുക്കാൻ 82ാം ഡിവിഷനിലെ സൈനികർ ഇറാൻ്റെ ഉള്ളിലേക്ക് കടന്നേക്കുമെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ്റെ ആണവശേഷി മുൻപ് നശിപ്പിച്ചെന്ന ട്രംപിൻ്റെ അവകാശവാദം അത് വെറും പൊള്ളയാണെന്നും പുതിയ സൗകര്യങ്ങൾ ഇറാൻ പുനർനിർമ്മിച്ചുവെന്നും ഇപ്പോൾ വ്യക്തമാണ്. ദശാബ്ദങ്ങളായി ഇത്തരം ഒരു വിദേശ ആക്രമണത്തെ നേരിടാൻ ഇറാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. വിയറ്റ്നാം, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ അമേരിക്കൻ സൈന്യത്തിന് സംഭവിച്ച പിഴവുകൾ പഠിച്ചാണ് ഇറാൻ ഇവിടെ തങ്ങളുടെ പ്രതിരോധം ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചൈനയുടെയും അതോടൊപ്പം തന്നെ റഷ്യയുടെയും പിന്തുണ ഇറാൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ ദൂരത്തുനിന്ന് തന്നെ തകർക്കാൻ ശേഷിയുള്ള നൂതന കപ്പൽ വിരുദ്ധ മിസൈലുകൾ ചൈന ഇറാന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മിസൈലുകൾ എത്തിക്കഴിഞ്ഞാൽ ഗൾഫിലെ അമേരിക്കൻ നാവികസേന വലിയ വെല്ലുവിളി നേരിടുന്നതായിരിക്കും. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് ഖാർഗ് ദ്വീപിന് ചുറ്റും അതിശക്തമായിട്ടുള്ള പ്രതിരോധം ഇപ്പോൾ തീർത്തിട്ടുണ്ട്. ആൻറ്റി പേഴ്സണൽ മൈനുകളും അതോടൊപ്പം തന്നെ കെണികളും ഉപയോഗിച്ച് US സൈന്യത്തെ കാത്തിരിക്കുകയാണ് അവർ. ഒരു തവണ ദ്വീപുകളിൽ ഇറങ്ങാൻ കഴിഞ്ഞാലും തുടർച്ചയായിട്ട് ആയുധങ്ങളും ഭക്ഷണവും എത്തിക്കാൻ കഴിയാതെ അമേരിക്കൻ സൈന്യം അവിടെ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത ഏറെയാണ്. ഇറാൻ്റെ സൈനികരാകട്ടെ കേവലം കൂലിപ്പടയാളികളല്ല, മറിച്ച് കടുത്ത മതവിശ്വാസത്താൽ പ്രേരിതരായിട്ടുള്ള പോരാളികളാണ്. ലെബനൻ, സിറിയ തുടങ്ങിയ മേഖലകളിൽ ഹിസ്ബുള്ളയോടൊപ്പം ചേർന്ന് US-നെതിരെ പോരാടി ഇവർ വലിയ അനുഭവ സമ്പത്ത് നേടിയിട്ടുണ്ട്. അതിനാൽ തന്നെ അമേരിക്കൻ സൈനികർക്ക് നേരിടേണ്ടി വരിക അതിശക്തമായിട്ടുള്ള ഗറില്ല ആക്രമണങ്ങളായിരിക്കും. വൻതോതിലുള്ള സൈനിക നഷ്ടവും സൈനികർ ബന്ദികളാക്കപ്പെടാനുള്ള സാധ്യതയും ഇവിടെ പെൻറ്റഗൺ ഭയപ്പെടുന്നുണ്ട്. ഇസ്രായേലിനൊപ്പം ചേർന്ന് ഒരു യുദ്ധം നടത്തുന്നതിനോട് അമേരിക്കൻ ജനതയ്ക്ക് ആദ്യം വിയോജിപ്പായിരുന്നു. എങ്കിലും പുതിയ സർവേകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് 61% പേരും ഇപ്പോൾ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നു എന്നത് തന്നെയാണ്. സാമ്പത്തിക രംഗത്തും ഈ യുദ്ധം വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. സംഘർഷം തുടങ്ങിയ ശേഷം ഗൾഫിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടതോടെ അമേരിക്കയിൽ ഇന്ധനവില ഇപ്പോൾ കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ ഡിസംബറിനേക്കാൾ 30% വർധനവാണ് എണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. പണപ്പെരുപ്പം 4.2% എത്തിയത് ലോകത്തെ പ്രമുഖ വ്യാവസായിക രാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഇത് ട്രംപിൻ്റെ സാമ്പത്തിക നയങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കാരണം യുദ്ധം ഇവിടെ നീണ്ടുപോയാൽ അമേരിക്കയുടെ ആഭ്യന്തര വിപണി തകർച്ചയെ നേരിടുമെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ് നൽകുന്നു. ഗൾഫ് രാജ്യങ്ങൾക്കും ഈ യുദ്ധം സമ്മാനിക്കുന്നത് കോടിക്കണക്കിന് ഡോളറിൻ്റെ വരുമാന നഷ്ടമാണ്. എണ്ണവാതക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ തകരുന്നത് ഇവരുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിക്കും. മുൻപ് ട്രംപ് മേഖല സന്ദർശിച്ചപ്പോൾ ഉണ്ടായ $2 ട്രില്യൺ നിക്ഷേപ കരാറുകൾ ഇപ്പോൾ തുലാസിലായിരിക്കുകയാണ്. മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടുവെന്ന് അറബ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവരുടെ മണ്ണിലെ US സൈനിക താവളങ്ങളുടെ പ്രസക്തി അവിടെ ചോദ്യം ചെയ്യപ്പെടും. സഖ്യകക്ഷികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുക എന്ന ഇറാൻ്റെ ആ ഒരു ലക്ഷ്യം ഇവിടെ വിജയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ഒരു കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കെണിയായി തന്നെ മാറുന്നതായിരിക്കും. കാരണം സ്വന്തം മണ്ണ് സംരക്ഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഇറാനും രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളിൽ ഉഴലുന്ന ട്രംപ് ഭരണകൂടവും തമ്മിലുള്ള ഒരു പോരാട്ടം അത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ആത്യന്തികമായിട്ട് താൻ തന്നെ കുഴിച്ച കുഴിയിൽ വീഴാനുള്ള സാധ്യതയാണ് ഇവിടെ നിലവിലുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിലെ സൈനിക നീക്കങ്ങൾ പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ഭാവി നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും.